ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൺസ് അഗൈൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റേറ്റ് സിലബസ് 8th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് യൂണിറ്റാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഏർലി ഹ്യൂമൻ ലൈഫ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഏകദേശം 3 ക്വസ്റ്റ്യൻസോളം നമ്മളതിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതൊന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ബാക്കി പോർഷൻസിലോട്ട് പോവാം. അപ്പോൾ ഏർലി ഹ്യൂമൻ ലൈഫ് അഥവാ ആദ്യകാല മനുഷ്യജീവിതത്തെ 4 ഡിഫറെൻറ്റ് പീരീഡ്സ്, 4 വ്യത്യസ്ത കാലഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയായിരുന്നു? പാലിയോലിത്തിക് ഏജ് അഥവാ പ്രാചീന ശിലായുഗം, മെസോലിത്തിക് ഏജ് അഥവാ മധ്യശിലായുഗം, നിയോലിത്തിക് ഏജ് അഥവാ നവീന ശിലായുഗം, ചാൽക്കുലിത്തിക് ഏജ് അഥവാ താമ്രശിലായുഗം എന്നിങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് ഏർലി ഹ്യൂമൻ ലൈഫിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാലിയോലിത്തിക് മെൻ വരച്ചിട്ടുള്ള കേവ് പെയിൻറ്റിങ്സ് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ടെക്സ്റ്റിൽ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ കേവ് പെയിൻറ്റിങ്സിൽ നിന്ന്, അങ്ങനെയുള്ള ഗുഹാചിത്രങ്ങളിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് കിട്ടുന്നതെന്നാണ് പിന്നെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഗുഹാചിത്രങ്ങളിൽ കൂടുതലും കാണാൻ സാധിക്കുന്നത് അനിമൽസിൻ്റെയും അതുപോലെ തന്നെ വേട്ടയാടലിൻ്റെയും ഒക്കെ ചിത്രങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അന്നത്തെ ഉണ്ടായിരുന്ന ആ മനുഷ്യരുടെ പ്രധാനപ്പെട്ട തൊഴിൽ, ആ ഏജിൽ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് വേട്ടയാടൽ, ഹണ്ടിങ് ആയിരുന്നു. അതുപോലെ തന്നെ അവർ വേട്ടയാടേണ്ട സ്ഥലത്തെക്കുറിച്ചും വേട്ടയാടേണ്ട ഇരകളെക്കുറിച്ചും ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെ കൂട്ടമായിട്ട് അവർ വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു. പിന്നെ ഇതെല്ലാം കാണിക്കുന്നത്, ഈ പെയിൻറ്റിങ്സ് ഒക്കെ കാണിക്കുന്നത് അത്രയും ആ ഏർലി ഹ്യൂമൻസിൻ്റെ ഡെസ്റ്റിവിറ്റിയാണ്, അവരുടെ ആ വൈദഗ്ധ്യമാണ് ഈ പെയിൻറ്റിങ്സ് ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കി പോർഷൻസിലോട്ട് പോവാം. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിൻ്റെ ബാക്കി പോർഷൻസിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ക്യാൻ ദ പാലിയോലിത്തിക് ഏജ് ബി ടേംഡ് ആസ് ദ ഏജ് ഓഫ് ഹണ്ടേഴ്സ്? വൈ? പ്രാചീന ശിലായുഗത്തെ വേട്ടയാടൽ യുഗം എന്ന് വിശേഷിപ്പിക്കാമോ? എന്തുകൊണ്ട്? അതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അതിൻ്റെ ഉത്തരത്തിലോട്ട് പോവാം. ദ മെയിൻ ഒക്കുപ്പേഷൻ ഓഫ് ദി പാലിയോലിത്തിക് മെൻ വാസ് ഹണ്ടിങ്. പ്രാചീന ശിലായുഗ മനുഷ്യരുടെ പ്രധാന തൊഴിൽ വേട്ടയാടലായിരുന്നു. ദ പാലിയോലിത്തിക് ഹ്യൂമൻസ് ഹണ്ടഡ് കളക്റ്റീവ്ലി. പ്രാചീന ശിലായുഗ മനുഷ്യർ കൂട്ടമായിട്ടാണ് വേട്ടയാടിയിരുന്നത്. ദെയർ വാസ് നോ ജെൻഡർ ഡിഫറൻസ് ഇൻ ഹണ്ടിങ്. വേട്ടയാടലിൽ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ദേ ഏറ്റ് ദ ഫ്ലഷ് ഓഫ് 100 ആനിമൽസ് ആൻഡ് കർക്കാസസ്. വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെയും അതുപോലെ തന്നെ ചത്ത മൃഗങ്ങളുടെയും മാംസമാണ് പ്രാചീന ശിലായുഗ മനുഷ്യരെ കഴിച്ചിരുന്നത്. വേട്ടയാടാൻ ശിലായുധങ്ങളാണ് അവർ കൂടുതലായിട്ടും യൂസ് ചെയ്തിരുന്നത്. ഫോർ ഹണ്ടിങ് ദേ മെയിൻലി യൂസ്ഡ് വെപ്പൺസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ്. അപ്പോൾ സ്റ്റോൺസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വെപ്പൺസ്, ആയുധങ്ങളാണ് അവർ കൂടുതലും യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവരുടെ മെയിൻ ഒക്കുപ്പേഷൻ ഹണ്ടിങ് ആണെന്നുള്ളത് നമുക്ക് കേവ് പെയിൻറ്റിങ്സിൽ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ്. അതുകൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഫസ്റ്റ് സെൻറ്റൻസിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. ദേ ഓൾസോ യൂസ്ഡ് ബോൺസ് ഓഫ് ആനിമൽസ്, ഐവറി, പീസസ് ഓഫ് വുഡ് എക്സെട്ര ആസ് വെപ്പൺസ്. മൃഗങ്ങളുടെ എല്ല്, ആനക്കൊമ്പ്, തടി കഷ്ണങ്ങൾ എന്നിവയും അവർ ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നു. As the main occupation of the Paleolithic men was hunting, this age can be termed as the age of hunters. പ്രാചീന ശിലായുഗ മനുഷ്യരുടെ പ്രധാന തൊഴിൽ വേട്ടയാടലായിരുന്നത് കൊണ്ട് ഈ യുഗത്തെ നമുക്ക് വേട്ടയാടൽ യുഗം എന്ന് വിശേഷിപ്പിക്കാം. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ഒരു പാലിയോലിത്തിക് ഏജിനെ നമുക്ക് ഏജ് ഓഫ് ഹണ്ടേഴ്സ് എന്ന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുമോ? അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആ ഉത്തരത്തിലോട്ട് എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ മലയാളം നോക്കാം. പ്രാചീന ശിലായുഗത്തെ വേട്ടയാടൽ യുഗം എന്ന് വിശേഷിപ്പിക്കാമോ? എന്തുകൊണ്ട്? ഇതാണ് മലയാളം മീഡിയംകാരുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഉത്തരത്തിലോട്ട് നമുക്ക് പോകാം. പ്രാചീന ശിലായുഗ മനുഷ്യരുടെ പ്രധാന തൊഴിൽ വേട്ടയാടലായിരുന്നു. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടിയ വിവരമാണ്? ഗുഹാചിത്രങ്ങളിൽ, ആ പാലിയോലിത്തിക് മെൻ വരച്ചിട്ടുണ്ടായിരുന്ന ഗുഹാചിത്രങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണത്. അപ്പോൾ അന്നത്തെ ആൾക്കാരുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് വേട്ടയാടലായിരുന്നു. പ്രാചീന ശിലായുഗ മനുഷ്യർ കൂട്ടമായാണ് വേട്ടയാടിയിരുന്നത്. അവർ കൂട്ടമായിട്ടാണ് വേട്ടയാടിയിരുന്നത്. ഇര തേടലിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേട്ടയാടുന്നതിൽ അല്ലെങ്കിൽ ഇര തേടുന്നതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെയും ചത്ത മൃഗങ്ങളുടെയും മാംസമാണ് അവർ ഭക്ഷിച്ചിരുന്നത്. അന്ന് അവർ കഴിച്ചിരുന്നത്, അവർ വേട്ടയാടി കൊണ്ടുവരുന്ന മൃഗങ്ങളുടെ മാംസവും അതുപോലെ തന്നെ ചത്ത മൃഗങ്ങളുടെയൊക്കെ മാംസമാണ് അവർ അന്ന് ഭക്ഷിച്ചിരുന്നത്. വേട്ടയാടാൻ ശിലായുധങ്ങളാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. അവരന്ന് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് ശിലായുധങ്ങളാണ് വേട്ടയാടാൻ വേണ്ടി അവർ കൂടുതലും ഉപയോഗിച്ചിരുന്നത്.
മൃഗങ്ങളുടെ എല്ല്, ആനക്കൊമ്പ്, തടിക്കഷ്ണങ്ങൾ എന്നിവയും അവർ ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നു. മൃഗങ്ങളുടെ എല്ല്, ആനക്കൊമ്പ്, തടിക്കഷ്ണങ്ങൾ തുടങ്ങിയവയും അവർ വേട്ടയാടാനായിട്ട് ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്നു. പ്രാചീന ശിലായുഗ മനുഷ്യരുടെ പ്രധാന തൊഴിൽ വേട്ടയാടലായിരുന്നതിനാൽ ഈ യുഗത്തെ വേട്ടയാടൽ യുഗം എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ പ്രാചീന ശിലായുഗ മനുഷ്യരുടെ പ്രധാന തൊഴിൽ വേട്ടയാടലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു യുഗത്തെ വേട്ടയാടൽ യുഗമെന്ന് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ഏർലി ഹ്യൂമൻസ്. അപ്പോൾ സാങ്കേതിക വിദ്യയിൽ അവർ കൈവരിച്ച മുന്നേറ്റങ്ങളെ പറ്റിയിട്ടാണ് ഇനി ഇത് പറയാനായിട്ട് പോകുന്നത്. പാലിയോലിത്തിക് മെൻ ടെക്നോളജിക്കലി അറ്റൈൻ ചെയ്ത ആ ഒരു പ്രോഗ്രസ്സിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. സ്റ്റോൺ സ്റ്റാച്യുവേഴ്സ് വെർ മെയ്ഡ്. കല്ലുകൊണ്ടുള്ള പ്രതിമകളൊക്കെ അവർ ഉണ്ടാക്കിയിരുന്നു. ഹ്യൂമൻ ഫിഗേഴ്സ് വെർ മോൾഡഡ് ഫ്രം ക്ലേ. കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി. വെസൽസ് വെയർ വുമൺ ഔട്ട് ഓഫ് ബാർക്ക് ഫൈബർ. മരനാര് കൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കി. പിക്ചേഴ്സ് വെയർ ഡ്രോൺ ഓൺ ദ ബോൺസ് ആൻഡ് ഹോൺസ് ഓഫ് ആനിമൽസ് ആൻഡ് ഓൺ കേവ്സ് ആൻഡ് റോക്സ്. മൃഗങ്ങളുടെ എല്ലുകളിൽ, കൊമ്പുകളിൽ, പിന്നെ ഗുഹകളിൽ, പാറകളിൽ ഒക്കെ അവർ ചിത്രങ്ങൾ വരച്ചിരുന്നു. ഓർണമെൻറ്റ്സ് ഓഫ് ഐവറി, ബോൺസ്, സ്റ്റോൺസ് ആൻഡ് ഷെൽസ് വെയർ മെയ്ഡ്. ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു. ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വെയർ മെയ്ഡ് ഔട്ട് ഓഫ് ബോൺസ്. എല്ല് കൊണ്ട് സുഷിരവാദ്യങ്ങൾ, ഓടക്കുഴൽ പോലെയുള്ള സുഷിരവാദ്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിരുന്നു. ഇത്രയും കാര്യമാണ് ടെക്നോളജിക്കലി അവർ അറ്റൈൻ ചെയ്ത ആ ഒരു പ്രോഗ്രസ്, സാങ്കേതിക വിദ്യയിൽ അവർ അറ്റൈൻ ചെയ്ത ആ ഒരു മുന്നേറ്റങ്ങൾ കാണിക്കുന്ന പോർഷനാണിത്. സ്റ്റോൺ സ്റ്റാച്യുവേഴ്സ് വെയർ മെയ്ഡ്. ഹ്യൂമൻ ഫിഗേഴ്സ് വെയർ മോൾഡഡ് ഫ്രം ക്ലേ. വെസൽസ് വെയർ വുമൺ ഔട്ട് ഓഫ് ബാർക്ക് ഫൈബർ. Pictures were drawn on the bones and horns of animals and on caves and rocks. Ornaments of ivory, bones, stones and shells were made. Flute like wind instruments were made out of bones. അതിൻ്റെ മലയാളം ക്വസ്റ്റ്യനിലോട്ട് പോകാം. സാങ്കേതിക വിദ്യയിൽ അവർ കൈവരിച്ച മുന്നേറ്റങ്ങളാണ് ഇതിൽ പറയുന്നത്. ഞാൻ അവിടെ ഹെഡിങ് എഴുതാൻ വിട്ടുപോയതാണ്, സോറി. അപ്പോൾ നമുക്കതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം. കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു. അപ്പോൾ പ്രാചീന ശിലായുഗ മനുഷ്യർ കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു. കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി. അതാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് വരുന്നത്. അവർ കളിമണ്ണിൽ നിന്ന് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കിയെടുത്തു. മരനാര് കൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കി. അപ്പോൾ മരനാര് വെച്ചിട്ട് അവർ പാത്രങ്ങളൊക്കെ നെയ്തുണ്ടാക്കി. പിന്നെ മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലുമൊക്കെ അവർ ചിത്രങ്ങൾ വരച്ചു. ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി എന്നിവ ഉപയോഗിച്ച് അവർ ആഭരണങ്ങൾ നിർമ്മിച്ചു. എല്ലുകൊണ്ട് സുഷിരവാദ്യങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ സുഷിരവാദ്യങ്ങളൊക്കെ അവർ നിർമ്മിച്ചു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന അത് അവർ സാങ്കേതിക വിദ്യയിൽ കൈവരിച്ച ആ മുന്നേറ്റങ്ങളാണ് ഇതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു. കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി. മരനാര് കൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കി. മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും ചിത്രങ്ങൾ വരച്ചു. ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു. എല്ലുകൊണ്ട് സുഷിരവാദ്യങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി അടുത്ത പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം. താങ്ക് യു.